പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ ദൈവാനുഗ്രഹത്തോടുകൂടി പുതിയ മത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ജനുവരി 1 ബുധനാഴ്ച. ഈ അനുഗ്രഹം ഈ വർഷം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഈശോ മിശിഹായുടെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ആശംസിക്കുന്നു. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പ്രവേശിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പം അങ്ങ് ആവശ്യപ്പെട്ടിട്ടുള്ള ഈശോയെ, അഭിനയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, കർത്താവേ, അവരെല്ലാം നീ അവരുടെ വിഷമതകളെയും ഭാരങ്ങളെയും ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്ന ഈശോയെ. അതുകൊണ്ട് ജീവിത യാവനകൾ നിറവേറ്റുന്നവർക്ക് കർത്താവേ, അതിനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയും അതിൻ്റെ പേരിൽ സാമ്പത്തികമായ ബാധ്യത ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥകളെ കർത്താവേ, അതിജീവനത്തിൻ്റെ പുതിയ വഴികൾ നീ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുങ്ങിപ്പോയ ലൂസായിപ്പോയ വിവാഹ മോതിരങ്ങളെ കാണിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ കർത്താവിൽ ഞങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കുന്നു. ഒന്ന്, മുമ്പത്തിനേക്കാൾ ക്ഷയിച്ചു പോയിട്ടുള്ള ശാരീരിക അവസ്ഥയുള്ളവരെ, നേരത്തെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു, അവർ ക്ഷയിച്ചിരിക്കുന്നു, അവർ അതിൻ്റെ ഭാരങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഈശോയെ, അതിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിനെതിരെ വരുന്ന അമിതമായ വണ്ണവും
അമിതമായ ശരീര നീരുമുള്ളവരെ കർത്താവെ അവരെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ഇപ്പോൾ കർത്താവ് കാണിച്ച എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരുണ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ ഈ ഭവനം പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനങ്ങളെ ആശീർവദിക്കുന്നു. ആരെല്ലാം പ്രാർത്ഥന എവിടെയെല്ലാം കൂടുന്നുണ്ടോ ആ നിൽക്കുന്ന സ്ഥലം, ചിലപ്പോൾ ആശുപത്രിയിൽ നേഴ്സുമാരായിരിക്കും പ്രാർത്ഥന കൂടുന്നത്, ചിലപ്പോൾ ഡോക്ടർമാരായിരിക്കാം, ചിലപ്പോൾ സാധാരണ മനുഷ്യരായിരിക്കാം കൂടുന്നത്. ആരെല്ലാം എവിടെ നിന്നെല്ലാം കൂടുന്നു അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് ഏറ്റവും രോഗിയെപ്പോലെ തന്നെ മാനസികമായ വിഷമം അനുഭവിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ്, അവർക്ക് തൊഴിലിന് പോകാൻ പറ്റണില്ല, വീട്ടിലെ കാര്യം നോക്കാൻ പറ്റണില്ല, അവിടെ ആഹാരവും അനുദിനമായുള്ള ശാരീരിക മെയിൻ്റനൻസോ ഒന്നും നടക്കണില്ല, അവരും വലതുപോലെ വല്ലാതെ വലയുന്നുണ്ട് ഈശോയെ. അതുകൊണ്ട് രോഗിയും ബൈസ്റ്റാൻഡറും ഒരുമിച്ച് അവിടുന്ന് കർത്താവെ അവിടുന്ന് രോഗം സൗഖ്യപ്പെട്ടു പോകാനും കർത്താവ് നീ ഇടയാക്കണം. എല്ലാ ആശുപത്രികളെയും അതിരാലയങ്ങളെയും അവിടെ അന്തേവാസികളെയും അവിടെ പ്രവേശിപ്പിക്കുന്നവരെ മുഴുവൻ സമർപ്പിക്കും. ഐസിയിലുള്ള മുഴുവൻ രോഗികളെ സമർപ്പിക്കുന്നു. ഐസിയുവിൽ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഐസിയുവിന് പുറത്ത് നിൽക്കുന്നവരെ, അത് കൈകാര്യം ചെയ്യുന്ന നേഴ്സുമാരെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓപ്പറേഷൻ കുറിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ എല്ലാം ഓപ്പറേഷൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ വരുമോ ഇല്ലയോ എന്ന് ഓർത്തുകൊണ്ട് വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഓപ്പറേഷനുകളെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചൊരിയണ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങളുടെ പരീക്ഷകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു, അവർ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. ഈശോയെ, അവരുടെ കഴിവ് കർത്താവ് അവർ വീണ്ടും അവർ മനസ്സിലവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ റിസൾട്ട് ഒന്ന് നന്നാക്കി തന്നാൽ മതി, വീട്ടിൽ തൽക്കാലം ഒന്ന് തല നേരെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ പഠിച്ച് കരേറിക്കൊള്ളാവുന്ന ഈശോയുടെ പട്ടാങ്ങിയായിട്ട് പറയുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേക സൂചിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ, അവർക്ക് നല്ല റിസൾട്ട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പഠിക്കുന്ന രാത്രിയും പകലും പഠിക്കുന്നുണ്ട്, ഈ നാശം പിടിച്ച പഠനം എന്ന് തീരും എന്നറിയാതെ അവർ വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും നിങ്ങളുടെ ജീവിത മാർഗങ്ങൾ, കമ്പോളങ്ങൾ, വ്യവസായശാലകൾ, അത് വഴിമുട്ടിയവർ, അടഞ്ഞു പോയവർ, കടം കയറി മുടിഞ്ഞു പോയവർ, ജപ്തി നടപടി നേരിടുന്നവർ, സാമ്പത്തിക ബാധ്യതകൾ ഇനിയും സാധനം എടുത്ത് വെക്കാൻ പറ്റാത്തവർ, നാട്ടുകാരുടെ കൈകളിലേക്ക് സാധനങ്ങൾ പോയി കടമായി പോയവർ, കടം കയറി തകർന്നു പോയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയൊരു വഴി എങ്ങനെയാണെന്നറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മക്കളുണ്ട്, തൊഴിൽ തേടി അലയുന്ന മക്കളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, ഉദ്യോഗസ്ഥന്മാർ, പണ്ട് ജോലി ഉണ്ടായിരുന്നവരും ഇപ്പോൾ സസ്പെൻസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈശോയെ, പല പല കാര്യങ്ങളും ജനങ്ങളുടെ സമ്മർദ്ദങ്ങളും മൂലം പല പല വിഷമതകളാൽ കർത്താവ് കഴിയുന്ന ഓരോരോ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തുമൊക്കെ കർത്താവ് പഠന ജോലി സംബന്ധമായ സർവീസ് പ്രോബ്ലംസ് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കാർഷിക മേഖലകളിലെ ആവശ്യത്തിന് വളമില്ല, ചരക്കുകൾ കൊടുക്കാൻ പറ്റണില്ല, ഏലം ഇരുന്ന് പോകുന്നു, കുരുമുകൾ ഇരുന്ന് പോകുന്നു, റബ്ബർ ഷീറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ പേരിൽ കടമേറി മുഴുകയും വിഷമിക്കുകയും ചെയ്യുന്നവരുണ്ട്. കർത്താവ് അവരെല്ലാം ഏറ്റെടുക്കണേ. മത്സ്യങ്ങൾ ചെറുതാകുന്നു, കിട്ടുന്ന മത്സ്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല, വലിയ വില കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ജീവിത മേഖലകളിൽ വേദനിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മേഖലകളിലും നിർമ്മാണ തൊഴിലാളികളെയും, കർത്താവ് കൽപ്പണിയും മരത്തിൻ്റെ പണികളുടെ എല്ലാം പെയിൻറ്റേഴ്സിനെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികളെയും വാഹന തൊഴിലാളികളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, ഓരോരോ ജോലി ചെയ്യുന്നവരെ, PhD പോലെയുള്ള പ്രബന്ധങ്ങൾ ചെയ്യുന്നവർ, അതുപോലെ ഡിസർട്ടേഷൻ ചെയ്യുന്നവർ, റെക്കോർഡ് ചെയ്യുന്നവർ,
കർത്താവെ അവരെല്ലാം ഒരു ഉറക്കം നിന്ന് ഊണുമില്ലാതെ ചെയ്യുന്ന ജോലികൾക്ക് അവർക്ക് നല്ല മാർക്ക് കൊടുത്ത്, നല്ല ക്ലാസ് കൊടുത്ത്, അവർക്ക് നല്ല സന്ധിപ്പ് പ്രാർത്ഥിക്കുന്നു. ഒരു ഗർഭിണികളെ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ കലഹമുള്ള വീടുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പേര് പിരിഞ്ഞവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിയാൻ പോണവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞവരെ കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗം കൂട്ടുചേരാനും കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലുള്ളവരും സ്വദേശങ്ങളിലുള്ളവരും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ സർവ്വ മനുഷ്യരും യേശുക്രിസ്തു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. Lord, increase your spirit of power and grace. ഈ ദിവസം കർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഞാൻ അവിടുന്ന് പഠിച്ചൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ ദിവസങ്ങളിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് തന്നതാണ്. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് അതായത് ആദത്തിനോട് കർത്താവ് ചോദിക്കുന്നത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. ആദം, വേർ ആർ യു? 33:9. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? നീ എവിടെയാണ് എന്ന് ഞാനും കുറേ ധ്യാനം ഇങ്ങനെ എവിടെയാണ് എന്നുള്ള ധ്യാനം ഞാൻ കൂടിയിട്ടുണ്ട്. പക്ഷെ അതില്ല. ഈ ദിവസം കുർബാന ചെല്ലിയപ്പോൾ കർത്താവ് പറഞ്ഞത് നീ എവിടെ ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയണത് ഉൽപ്പത്തി തന്നെയാണ് പറയണത്. എബ്രഹാത്തിനോട് പറയണതുണ്ട്. എന്താണ്? ഉൽപ്പത്തി 17:1. ഉൽപ്പത്തി 17:1. എന്താണ്? അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അതാണ്. അതായത് എവിടെയാണെന്ന് ചോദിച്ച വ്യക്തി ഒരു കുറ്റവാളിയായി പോയപ്പോഴാണ് ചോദിച്ചത്. വെർ ആർ യു? നീ എവിടെയാണ്? 33:9 ചോദിച്ചതാണ്. എന്താണ്? അപ്പോൾ ഒരു കുറ്റത്തിൻ്റെ കഴിഞ്ഞുള്ള സാഹചര്യമാണത്. പക്ഷെ അതിന് പരിഹാരമായിട്ടാണ് എബ്രഹാം ആദ്യത്തെ ആളെ വിളിക്കണത്, എബ്രഹത്തിനെ വിളിക്കണത് ദൈവം. രക്ഷാകര നടപടിക്രമങ്ങൾ ചരിത്രം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം അവനോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് ആദം കുറ്റം ചെയ്തപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ കുറ്റത്തിൻ്റെ മുമ്പിലാണല്ലോ എന്ന്. അതുകൊണ്ട് നീ അത് റീഷിഫ്റ്റ് ചെയ്യണം, മനുഷ്യപ്രകൃതിയെ റീഷിഫ്റ്റ് ചെയ്യണം. അത് എബ്രഹാമാണ് എൻ്റെ ആള്. എബ്രഹാത്തോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ആയിരിക്കരുത്, മറിച്ചെന്ത് ചെയ്യണം? നീ എൻ്റെ മുമ്പാകെ ആയിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കണം. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും കുറ്റമറ്റവനായി വർത്തിക്കുമ്പോൾ നീ ഏത് മതത്തിലുള്ള അയാളായാലും ശരി ദൈവത്തിന് മുമ്പിലാണ്. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെയാണ് കുറ്റം ചെയ്ത് കഴിയുമ്പോൾ ദാവീദ് പറയുവേ 51:11 എടുത്ത് സങ്കീർത്തനം, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അപ്പൊ നോക്കി, അവിടെ നോക്കിയേ. അപ്പൊ കുറ്റമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ദൈവദൃശ്യനിധിയും നമ്മൾ ഡിപ്രൈവ് ആയി പോകും. അതുകൊണ്ടാണ് ദാവീദിന്റെ കയ്യിൽ നിന്ന് കയ്യബദ്ധങ്ങൾ വന്നില്ല. പ്രലോഭന വശംവദമായി വലിയ തിന്മകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയക്കൊണ്ട ഇഫക്റ്റ് എന്താണ്? അയാൾ ദൈവദൃശ്യനിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് തോന്നി. നിഷ്കാസനം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗം എന്താണ്? അനുതാപമാണ്. അപ്പോൾ ദൈവവിധരെ നമ്മുടെ ജീവിതത്തിലെ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് വിത്ത് ഹെവി കൺട്രിഷൻ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു മനുഷ്യന് അവൻ്റെ തിന്മയെക്കുറിച്ച് തന്നെ ഒരു ഏറ്റുപറച്ചിലുണ്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ദൈവതിരുസന്നിധി വരും. എന്നുവെച്ചാൽ നീ ദൈവതിരുസന്നിധിയിലല്ലെങ്കിൽ വരാനുള്ള ഏറ്റവും വലിയ എളുപ്പമാർഗം അനുതാപമാണ്. നിനക്കൊരു അനുതാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ കുറ്റം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നീ ഒഴിവായി നിന്നുകൊണ്ട്, അത് ദൈവത്തിൻ്റെ പേരിലാണ് ഞാൻ കുറ്റം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് നീ പറഞ്ഞാൽ നീ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവതിരുസന്നിധി വരും. അതുകൊണ്ട് ഈ ദിവസം നീ എവിടെയെല്ലാം ആയാലും കർത്താവിൻ്റെ തിരുസന്നിധിയിലാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.